ഓം ശാന്തി. ധ്യാനിക്കുമ്പോൾ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ പലരുമായി എന്നോട് ചോദിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ധ്യാനിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ. ഈ രാജയോഗ മെഡിറ്റേഷൻ, ഞാൻ അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ, ഇതിന് നിങ്ങൾ ഇരുന്നിട്ടേ ചെയ്യാൻ പറ്റൂ എന്ന ഒരു കാര്യമില്ല. വേറൊരു രീതിയിൽ പറഞ്ഞാൽ കർമ്മയോഗത്തിൻ്റെ സിംപ്ലസ്റ്റ് ഫോമാണ് രാജയോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു ഭാഗത്ത് ആ ഭഗവാന്റെ ഓർമ്മയും ഭഗവാന്റെ കിരണങ്ങളുടെ പ്രവാഹത്തെയും ഞാൻ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് ജ്ഞാനം, സ്വയം പരമാത്മാവിൻ്റെ ജ്ഞാനം, ആ ഭഗവാന്റെ വരദാനത്തിൻ്റെ പ്രവാഹമാണ് ഒരംശമായിട്ട് നിങ്ങൾക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഈശ്വരൻ എന്നൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് ഉപയോഗിക്കുക. ആ ഒരു ധാരണയുള്ളത് കൊണ്ട് തന്നെ നിങ്ങളോട് ഈ സംസാരിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ആ ഭഗവാനോടുള്ളതായിട്ടുള്ള നന്ദിയും സ്നേഹവും എല്ലാം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ ഓർമ്മയിൽ സംസാരിക്കുമ്പോൾ ഇതും ഒരു മെഡിറ്റേഷൻ തന്നെയാണ്. ഈശ്വരൻ്റെ ഓർമ്മയിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ അതും ഒരു മെഡിറ്റേഷനാണ്. ഭഗവാനെ, ഈ ദേഹം എന്ന് പറയുന്നത് നീ എനിക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. അതിന് കൊടുക്കാനുള്ളതായിട്ടുള്ള നൈവേദ്യം നിനക്ക് സമർപ്പിച്ച് ഞാൻ അത് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുകയാണ് എന്ന ഭാവനയോടെ ഉണ്ടാക്കുമ്പോൾ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഈശ്വരൻ്റെ സ്മൃതിയിൽ ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കുമ്പോൾ അതിന് കിട്ടുന്നതായിട്ടുള്ളൊരു സുഖം ഒന്ന് വേറെയാണ്. ആ കർമ്മം നമുക്ക് തരുന്ന ആനന്ദം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് ഭഗവാന്റെ ഓർമ്മയിൽ ആഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അതും ഒരു യോഗ തന്നെയാണ്. ഈശ്വരൻ നമുക്ക് വരദാനമായി തന്ന ഈ ഒരു ശരീരം, ഇതിനെ കഴുകുന്ന കുളിപ്പിക്കുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തെ ശുദ്ധീകരിക്കുന്ന ഒരു ഭക്തൻ്റെ ഭാവത്തോടു കൂടിയിട്ട് ഈ ദേഹത്തെ ഞാൻ കഴുകുമ്പോൾ ഭഗവാന്റെ ഓർമ്മയിൽ ആത്മാവിലെ പ്രകാശകിരണങ്ങൾ കൊണ്ടും ജലവും സോപ്പും ഉപയോഗിച്ച് ദേഹത്തെയും കഴുകുകയാണ്. ഞാൻ ക്ഷേത്രജ്ഞനായ ആത്മാവിനിരിക്കാനുള്ള ഈ ദേഹത്തെ ഞാൻ ശുദ്ധീകരിക്കുകയാണ് എന്ന ഭാവത്തിൽ ഈ ശരീരത്തെ കഴുകുമ്പോൾ അതും ഒരു യോഗം തന്നെയാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുമ്പോൾ ഭഗവാനെ, ഈ കാർ ഓടിപ്പിക്കാൻ ആത്മാവായ എന്നെ നീ ശക്തനാക്കി, ഈ കാറിനെ കൊണ്ടുപോകാനായിട്ട് ഞാൻ വലിയൊരു കാറിലിരുത്തി കൊണ്ടുപോവുകയാണ്, നീ എൻ്റെ കൂടെ വരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ സാമീപ്യത്തെ അനുഭവിച്ചുകൊണ്ട് കാർ ഓടിപ്പിക്കുമ്പോൾ അതും ഒരു മെഡിറ്റേഷനാണ്. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ ഭഗവാനെ, സോഫ്റ്റ്വെയറായ ഞാൻ ആത്മാ ഈ ഹാർഡ്വെയറായ കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ട് പണിയെടുക്കുകയാണ്. ഒപ്പം നീ തന്നതായിരിക്കുന്ന ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് ഞാൻ ഈ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിൻ്റെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുകയാണ് എന്ന് പറയുമ്പോൾ അതും ഒരു മെഡിറ്റേഷനാണ്. ഇങ്ങനെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഭഗവാന്റെ ഓർമ്മയിൽ കർമ്മം ചെയ്താൽ അതൊക്കെ തന്നെ ധ്യാനം എന്ന് തന്നെയാണ് ഭഗവാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതായത് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ യോഗ എന്ന വാക്കിൽ ഭഗവാൻ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം സിമ്പിൾ മീനിങ് ഓർമ്മ എന്നാണ്. ഭഗവാന്റെ ഓർമ്മയിൽ നിങ്ങൾ കർമ്മം ചെയ്യുന്നു, അത് യോഗയാണ്, ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. പക്ഷേ ഈ ഒരു അവസ്ഥ, ആ ഒരു സ്മൃതി നിലനിർത്തുക എന്ന് പറയുന്നത് കുറച്ച് ശ്രദ്ധിച്ച് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ട് കർമ്മം ചെയ്യാൻ തുടങ്ങുമ്പോൾ കർമ്മ കോൺഷ്യസ്, ആ കർമ്മത്തിൽ ഇത് കഴിഞ്ഞാൽ അത് ചെയ്യണം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം, അതിർത്തി ഇങ്ങോട്ട് വെക്ക്, ശരിക്കും ഇടുന്നുണ്ടോ, മിക്സ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യത്തിലും കർമ്മം അറിയാതെ നമ്മുടെ ബോധത്തിലേക്ക് കയറി വരും. ആ കർമ്മം ബോധത്തിലേക്ക് കയറി വരുന്നതോട് കൂടിയിട്ട് കർമ്മ കോൺഷ്യസ് ആയിട്ട് കൺവേർട്ടാവും. ആ കർമ്മ കോൺഷ്യസ് ആകുന്നതോട് കൂടിയിട്ട് കർമ്മത്തിൻ്റെ ഊർജ്ജം നമുക്ക് കിട്ടുന്നതിന് പകരം കർമ്മം നമ്മളെ ബന്ധിപ്പിക്കും. അതുകൊണ്ടാണ് കർമ്മത്തിനു മുന്നും നമുക്ക് കർമ്മത്തിൻ്റെ ഓർമ്മയായിരിക്കും. കാര്യം ചെയ്തു കഴിഞ്ഞ ശേഷം ഒരു പക്ഷേ നന്നായി ചെയ്തു എന്നായിരിക്കും, അഥവാ അതിങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായേനെ എന്നുള്ള വിചാരമായിരിക്കും. കർമ്മത്തിന് ശേഷം വീണ്ടും മനസ്സിൽ നിന്ന് കർമ്മം പോകാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കർമ്മബന്ധനം എന്ന് ഒരു തലത്തിൽ പറഞ്ഞാൽ. അതുകൊണ്ട് കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തമായ മനസ്സിനെ സദാ സന്തോഷത്തിന് അനുഭവം ചെയ്യാനും ഭഗവാന്റെ സാമീപ്യവും സുഖവും അനുഭവിക്കാനും സാധിക്കൂ. അതുകൊണ്ട് കർമ്മ കോൺഷ്യസ് നമ്മളുള്ളിലേക്ക് വരാതിരിക്കണമെങ്കിൽ ഇരുന്നോ അഥവാ നമുക്ക് പറ്റുന്ന കുറച്ച് സമയം ശാന്തമായിക്കൊണ്ട് നമ്മൾ അഭ്യസിക്കാനായിട്ട് ആദ്യം പഠിക്കണം. അതുകൊണ്ടാണ് രാവിലെ ഉണർന്ന് മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് എല്ലാവരും നിർദ്ദേശിക്കുന്നത്. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലത്. ഇനി മെഡിറ്റേഷൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യത്തിൽ ശ്രദ്ധിക്കണം? തുടക്കക്കാരാകുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത്, വയറ് നിറച്ച് ആഹാരം കഴിച്ചു കഴിഞ്ഞ ശേഷം മെഡിറ്റേഷൻ ഇരിക്കരുത്. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെത്താൻ ഉറക്കം വരും.
ശാന്തിയുടെ വേറൊരു തലം ഉറക്കത്തിലും കിട്ടാറുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ശാന്തമാകുമ്പോഴത്തേക്കും മനസ്സ്, ശരീരം ആ ഒരു ആഹാരത്തെ ദഹിപ്പിക്കാൻ വേണ്ടി ഊർജ്ജം വലിക്കും, ബ്രെയിനിലേക്ക് പ്രോപ്പറായിരിക്കുന്ന ഗ്ലൂക്കോസ് കിട്ടാണ്ടാവും. അങ്ങനൊരവസ്ഥ വന്ന ഉടനെ തന്നെ നമ്മുടെ മനസ്സ് ആ ഒരു ഉറക്കത്തിൻ്റെ ശാന്തിയുമായിട്ട് അങ്ങ് റിലേറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും, കുറച്ച് നേരം കഴിഞ്ഞാൽ തല താഴ്ന്നിട്ടിട്ടോ പിന്നിലേക്ക് പോയിട്ടോ ഒക്കെ ഏതെങ്കിലും അവസ്ഥയിൽ നല്ല സുഖനിദ്രയിലേക്ക് നിങ്ങൾ വീഴുന്നത് കാണാം. അതുകൊണ്ട് ആഹാരം വയറ് നിറച്ച് കഴിച്ചിട്ടിരുന്നിട്ടല്ല മെഡിറ്റേറ്റ് ചെയ്യേണ്ടത്. കഴിയുമെങ്കിൽ വിശന്ന് വയറ് കത്തിയിട്ടിരിക്കുകയാണെങ്കിൽ അപ്പോഴും അതേ വിശപ്പിൻ്റെ ക്ഷീണം കൊണ്ടും ഗ്ലൂക്കോസ് കിട്ടാതെയാവും. അതുകൊണ്ട് അങ്ങനെ രാവിലെ നേരത്ത് നിങ്ങൾക്ക് അങ്ങനെ വിശപ്പൊന്നും ഇല്ലെങ്കിൽ ബെസ്റ്റ്, ഞാൻ പറയും കുറച്ച് വെള്ളം കുടിച്ച് ശരീരത്തിൻ്റെ ജഠരാഗ്നിയെ കുറച്ച് ശമിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ, ഒരുപാട് വെള്ളം കുടിക്കാനല്ല, കുറച്ച് വെള്ളം എടുക്കുക. നന്നായിട്ട് വെള്ളത്തിന് വായിലെടുത്ത്, ഞാൻ ചെയ്യാറുള്ള അനുഭവമാണ്, ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് പോകുമ്പോൾ 1 2 കവിള് വെള്ളം എടുത്ത് നന്നായിട്ട് ചവച്ച് അരച്ച് ഞാൻ വെള്ളം കുടിക്കും. ഈ വെള്ളം ചവച്ചരയ്ക്കാനുണ്ടോ? ഇല്ല. പക്ഷേ വായിലിട്ട് വെള്ളം ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം തന്നെത്താൻ എല്ലാ സെൻസും കൊടുക്കും. ഓക്കെ, എനിക്ക് കിട്ടിക്കഴിഞ്ഞു, ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ എന്ന് പറയും. വെള്ളം കൊടുത്തിട്ടില്ല, അധികം വെള്ളം കൊടുത്ത് ഡിസ്റ്റർബൻസ് ഇല്ല, ഈ ശരീരം സ്വയം അത് ക്ലീൻ ചെയ്യാനുള്ള എല്ലാ സിസ്റ്റവും അത് പ്രവർത്തിപ്പിച്ചോളും. പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തിനും മനസ്സിനും ബ്രെയിനിനും ഒക്കെ മെസ്സേജ് കൊടുത്തു, വേണ്ടത് കൊടുത്തിരിക്കുന്നു, ഐ ആം കംഫർട്ടബിൾ. അത് കഴിഞ്ഞ ശേഷം മെഡിറ്റേഷന് പോയിരിക്കുമ്പോൾ ഇടയ്ക്ക് വെള്ളം കുടിക്കണം, ദാഹിക്കും, അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ദാഹം തോന്നും. ഇങ്ങനെയുള്ള ഒരു ശല്യങ്ങളും ഇല്ലാതെ രാവിലെ മെഡിറ്റേഷന് ഇരിക്കാനായിട്ട്, ഇനി രാവിലെ നല്ല മെഡിറ്റേഷന് പോണേക്കാൾ മുന്നേ ആഹാരം കുറച്ചെന്തെങ്കിലും കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ വായൊക്കെ നന്നായി വൃത്തിയാക്കുക. കാരണം ആഹാരത്തിൻ്റെ അംശങ്ങൾ വായിലുണ്ടെങ്കിൽ രസം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഒന്നാണ്. അത് വായിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സൂക്ഷ്മമായിട്ട് വലിച്ചെടുക്കുമ്പോൾ അതിൽ വെള്ളം വരിക, അല്ലെങ്കിൽ അതെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക, ഇങ്ങനെ പല രീതികളുണ്ടാവാം. ഏറ്റവും നല്ലത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് സ്വസ്ഥമായി അധികം നല്ല വായു സഞ്ചാരമുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത്, നിങ്ങളുടെ ബെഡ്റൂമിൽ ഇരിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ ബെസ്റ്റ് ബെഡ്റൂമിൽ ഇരിക്കാതിരിക്കുന്നതാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ബെഡ്റൂമിൽ ഉറക്കത്തിൻ്റെ വൈബ്രേഷൻ ഉണ്ടാവും. ഇരുന്നൊന്ന് ക്ഷീണം തോന്നുമ്പോൾ എന്നാൽ 2 മിനിറ്റ് കിടക്കട്ടെ എന്നൊന്ന് തോന്നിക്കളയും. ഈ 2 മിനിറ്റ് ഒരു പക്ഷേ 2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ കണ്ണ് തുറപ്പിക്കാനും മതി. അതുകൊണ്ട് കഴിവതും നിങ്ങൾക്ക് പുറത്ത് എവിടെയെങ്കിലും ശാന്തമായിട്ടിരിക്കാൻ സാധിക്കുമെങ്കിൽ ഏറ്റവും നല്ലത്. ഏർലി മോർണിംഗ് അവേഴ്സിൽ ഓപ്പൺ ടെറസിൽ ഇരിക്കാൻ സാധിക്കുമോ? ഏറ്റവും നല്ലതാണ്. നല്ല വായു സഞ്ചാരം, നല്ല പ്രകൃതിയിലത്തെ പോസിറ്റീവായിട്ടുള്ള എനർജി. ആ സമയത്ത് ചമ്രം പടിഞ്ഞിരിക്കാൻ സാധിക്കുന്നവർക്ക്, സുഖാസനത്തിലിരിക്കാൻ സാധിക്കുന്നവർക്ക് നല്ലത്. അത് പത്മാസനത്തിലിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? എന്നാൽ ഏറ്റവും നല്ലതായി. കാലുവേദനയും മുട്ടുവേദനയും നടുവേദനയും ഉള്ളവർ താഴെ ചമ്രം പടിഞ്ഞിരിക്കാൻ നോക്കിയാലും വേറെ ഏത് ആസനത്തിലിരിക്കാൻ നോക്കിയാലും കാല് വേദനിക്കണമെന്ന് ചിന്തിക്കാനുള്ള നേരം ഉണ്ടാവുള്ളൂ, മെഡിറ്റേറ്റ് ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല. അതുകൊണ്ട് കസേരയിൽ, പക്ഷേ ഒരു കാര്യം മാത്രം, കസേരയിൽ ചാരിക്കെടുക്കരുത്. നടുവിനൊരു ചെറിയ സപ്പോർട്ട് എടുത്തുകൊണ്ട് നട്ടെല്ല് നിവർന്നിരിക്കുന്ന പൊസിഷനിലാണ് ഇരിക്കേണ്ടത്. കണ്ണുകൾ തുറന്നു വയ്ക്കുന്ന മെഡിറ്റേഷനാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ട് കണ്ണ് തുറന്ന് ധ്യാനിക്കണം? അതിനെക്കുറിച്ച് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. കണ്ണ് തുറന്ന്, അഥവാ നിങ്ങൾ ഓപ്പൺ എയറിലാണ് ഇരിക്കുന്നതെങ്കിൽ, ടെറസിലാണെങ്കിൽ വിശാലമായിരിക്കുന്ന ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരു പോയിന്റിൽ ഏകാഗ്രമാക്കിയ പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉടക്കി നിർത്താനായിട്ട് സാധിക്കും. കണ്ണുകളെ ആ പോയിന്റിൽ ഉടക്കി നിർത്തിയ ശേഷം ബുദ്ധിയാകുന്ന അകക്കണ്ണുകൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ചെറിയ റോസാപ്പൂ ഒന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോഴേക്കും റോസാപ്പൂ മുന്നിൽ വന്നു. അത് നല്ല സുഗന്ധമുള്ള റോസാപ്പൂവാണെങ്കിൽ അതിൻ്റെ ഫ്രാഗ്രൻസ് നമുക്ക് ഫീൽ ചെയ്യാനാവും. അതുകൊണ്ട് പതുക്കെ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സ്പർശിച്ചാൽ അതിൻ്റെ മൃദുത്വവും അതിൻ്റെ ആ ഒരു തണുപ്പും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് നമുക്ക് പരിചയമുള്ളൊരു കാര്യമായതുകൊണ്ട് കാണാൻ എളുപ്പമായി. മറിച്ച് ഞാൻ ആത്മാ എന്നുള്ളത് അനശ്വരമായ സത്യമാണ്. അതിസൂക്ഷ്മമായിരിക്കുന്നൊരു പ്രകാശ നക്ഷത്രം, ആകാശത്ത് നക്ഷത്രം കാണും പോലെ ഒരു ചെറിയ പ്രകാശ നക്ഷത്രം ഈ ശരീരത്തിൻ്റെ ഭ്രൂമധ്യത്തിൽ തിളങ്ങി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക. കുറച്ചുകൂടെ ഉള്ളിൽ കാണാൻ കഴിയുമോ, ആജ്ഞാചക്രത്തിൽ കാണാൻ കഴിയുമോ? ഏറ്റവും നല്ലത്. എന്തായാലും ആ നക്ഷത്രത്തെ നിങ്ങൾ കാണണം. മറ്റൊരു ദിവ്യ നക്ഷത്രം പോലെ ആ പരമാത്മജ്യോതി
തലയുടെ മേലെ വന്ന് നിൽക്കുന്നതായിട്ട് നിങ്ങൾ കാണണം. അതിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ പതുക്കെ ഒഴുകി വരുന്നതായിട്ടും ആദ്യം നമ്മളാകുന്ന ബിന്ദുവിൽ കഴിയുന്നത്ര ആഗിരണം ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. വരികയാണ്, എന്നിൽ നിറയുകയാണ്, പതുക്കെ പതുക്കെ എന്നിൽ നിറഞ്ഞിങ്ങനെ സ്പ്രെഡായി ശരീരത്തിലെല്ലാ നാടി ഞരമ്പുകളിലൂടെയും ഒഴുകി ശരീരത്തിലെ എല്ലാ വിരലിൻ്റെ തള്ളവിരലിൻ്റെ അറ്റം വരെ ശരീരം മുഴുവൻ ഒരു പ്രകാശ ശരീരമായിട്ട് ഫീൽ ചെയ്യുക. പതുക്കെ അതിൽ നിന്ന് ആ ലൈറ്റ് ഇങ്ങനെ സ്പ്രെഡായി നമ്മുടെ റൂമിൽ മുഴുവൻ നിറഞ്ഞ് ആ പ്രദേശത്ത് മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത്ര വരെ ചെയ്യാൻ പറ്റിയ വളരെ നല്ലത്. കുറച്ചും കൂടെ ആഴത്തിൽ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മുഴുവൻ ഈ ഗ്ലോബിൽ ആ പ്രകാശം നിറയുന്നതായിട്ടും ഈ സൃഷ്ടിക്ക് മുഴുവൻ നിങ്ങളുടെ മെഡിറ്റേഷൻ കൊണ്ട് പോസിറ്റീവ് എനർജി നിറയുന്നതായിട്ടും ഫീൽ ചെയ്യുക. ലോകത്തിലെ സർവ്വ ആത്മാക്കളിലും ആ ശാന്തിയുടെ കിരണങ്ങൾ പോയിട്ട് സ്പർശിക്കുന്നതായിട്ട് ഫീൽ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇരിക്കുന്ന സമയത്ത് കൈകളെ മെഡിറ്റേഷൻ്റെ ധ്യാനമുദ്ര എന്ന് പറയും. ധ്യാനമുദ്ര അഥവാ ചിറ്റ് മുദ്രയിൽ നിങ്ങളുടെ കൈകളെ പിടിക്കാൻ പറ്റിയ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈകളെ കാലുകളിൽ വിശ്രമിക്കുന്ന രീതിയിൽ വയ്ക്കാം. അത് ചമ്രം പടിഞ്ഞിരിക്കുകയാണെങ്കിലും പത്മാസനത്തിലാണെങ്കിലും അതല്ല കസേരയിലിരിക്കുകയാണെങ്കിലും. കസേരയിലിരിക്കുമ്പോൾ കാലുകളെ പിണച്ചു വെക്കണം നിർബന്ധമില്ല. കാലിൽ നിലത്ത് നിങ്ങൾ ഏതെങ്കിലും ഇനി ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും വിരിപ്പിട്ടിരിക്കുന്നതാണ് നല്ലത്. നേരിട്ട് തറയിലിരിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൻ്റെ എനർജീനെയും താഴത്തേക്ക് വലിക്കും. അപ്പോൾ പതുക്കെ പതുക്കെ കാല് തരിക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് അരമണിക്കൂർ കംഫർട്ടബിളായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ചെയ്യാറൊരു ചെറിയ കുഷൻ ഇട്ടിട്ടാണ് ഇരിക്കാറ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിങ്ങും ആ ഒരു കാലും തമ്മിൽ ചെറിയൊരു ലെവൽ ഡിഫറൻസ് ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ 1 മണിക്കൂറോ 2 മണിക്കൂറോ വരെ നമുക്കൊരു കുഴപ്പമില്ലാണ്ടിരിക്കാനും പറ്റും, എല്ലാം മറക്കാനും പറ്റും. അതുകൊണ്ട് അരമണിക്കൂർ സമയം നിങ്ങൾ ഇരിക്കുമ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങളിരിക്കുന്ന ഇരുത്തത്തിൽ ആ സ്ഥലത്തിൽ അവിടേക്കുള്ളതായിട്ടുള്ള വായു സഞ്ചാരത്തിൽ ഇനി മറ്റ് ശബ്ദങ്ങളൊക്കെ നിങ്ങളെ ശല്യം ചെയ്യുമെന്ന് ഉറപ്പാണെങ്കിൽ ഏതെങ്കിലും ഇപ്പം എല്ലാവരും മൊബൈലും പാട്ട് കേൾക്കുന്ന മൊബൈലല്ലേ, ഏതെങ്കിലും ഒരു സൂത്തിങ് മ്യൂസിക് ഇട്ടുകൊണ്ട് അതിന് ഇയർഫോൺ വെച്ച് നമ്മൾ കേൾക്കുകയാണെങ്കിൽ മറ്റ് ശബ്ദങ്ങൾ നമ്മുടെ ചെവിയിലേക്ക് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ സാധിക്കും. മെഡിറ്റേഷൻ കമൻട്രികൾ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ ആ കമൻട്രിയുടെ ആധാരത്തിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ കുറച്ചുകൂടെ നന്നായിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ രീതിയിലൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ ബാഹ്യവും ആന്തരികവുമായിരിക്കുന്ന അറ്റൻഷനിലൂടെ മെഡിറ്റേഷൻ നമ്മുടെ അഗാധമായിരിക്കുന്ന മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ സുഖത്തിന് അനുഭവിപ്പിക്കാനും നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ള എല്ലാ നെഗറ്റീവ് ഫയൽസിനെ ഡിലീറ്റ് ചെയ്യാനും നിങ്ങളെ വളരെയധികം പവർഫുള്ളാക്കാനും സഹായിക്കും. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമന്റ് ബോക്സിൽ എഴുതിയാലും. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.